CPM അതിനെതിരെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിലെനിക്ക് എം സ്വരാജ് പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. CPM ഉള്ള സ്ഥലത്ത് BJP ഒരിക്കലും വിജയിക്കില്ല എന്ന് ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥലത്ത് ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP താമര വിരിഞ്ഞു എന്ന് തന്നെ പറയാം. അവർ ഈ ഭാരം ആരുടെ തലയിലോട്ട് വയ്ക്കട്ടെ എന്നുള്ളതാണ്. അതായത് തങ്ങൾ പരാജയപ്പെട്ടത് തങ്ങളുടെ കാര്യം കൊണ്ടല്ല, മറ്റുള്ള എന്തോ പ്രശ്നം കൊണ്ടാണെന്ന്. പക്ഷേ അവിടെ നിന്ന് എഴുതി വാങ്ങിക്കുന്നത് അതിലും വലിയൊരു തുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേട്ട് ചെറിയ പോള അവർ 86,000 രൂപയാണ് ഇതിലേക്ക് വാങ്ങിക്കുന്നത് എന്നാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം അതുല്യ. നമ്മുടെ അങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പം BJPയും എല്ലാ പാർട്ടികളും വീണ്ടും അംഗപ്പോരിന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരടി, തെരഞ്ഞെടുപ്പിന് ശേഷം ഒരടി, ഒരു വമ്പൻ അടികളൊക്കെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ തോന്നുന്നത് നമ്മളെ തൃശ്ശൂരിൽ മറ്റത്തൂർ നടന്ന സംഭവമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ എല്ലാം കൊണ്ടും പൂരക്കെട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഓരോരോ സംഭവങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാം. അവിടുത്തെ ഗ്രാമപഞ്ചായത്തിലെ ഇലക്ഷന് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJPയോടൊപ്പം ചേർന്നു. അത് വലിയ രീതിയിൽ വാർത്തയാവുന്നുണ്ട്. CPM അതിനെതിരെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിലെനിക്ക് എം സ്വരാജ് പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. സ്വരാജാണോ പറഞ്ഞത്? അതെ, എം സ്വരാജ് ആണ് പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, BJP അധികാരത്തിലെത്താൻ BJP തന്നെ ജയിക്കണമെന്നില്ല, പകരം കോൺഗ്രസ് തന്നെ ജയിച്ചാൽ മതി എന്നാണ്. പുള്ളിയുടെ കണ്ടുപിടുത്തമായിരിക്കും കേട്ടോ അത്. ഈ പറയുന്ന വ്യക്തി ആരെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇതിനു മുമ്പ് ഈ ഇലക്ഷനൊക്കെ മുമ്പ് വരെ എപ്പോഴും ഈ CPM പറയാറുള്ള ഒരു കാര്യമായിരുന്നു, BJP ഒരിക്കലും കേരളത്തിൽ വിരിയില്ല, താമര വിരിയില്ല, വിരിയാൻ അവസാന ഘട്ടത്തിൽ പോലും വലിയ വമ്പൻ രീതിയിൽ പ്രതിഷേധങ്ങളോട് കൂടിയുള്ള സംസാരമായിരുന്നു ഇല്ലേ? അണികളും ഈ അന്തംകമ്മികളൊക്കെ വിളിച്ചു പോവുമായിരുന്നു, ഒരു കാരണവശാലും BJP കേരളത്തിൽ വിരിയില്ല, പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം താമര വിരിഞ്ഞില്ലേ? വിരിഞ്ഞപ്പം അതില് എന്താ പറയുക, പ്രതിഷേധമായിട്ട് ഇങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CPM ഉള്ള സ്ഥലത്ത് BJP ഒരിക്കലും വിജയിക്കില്ല എന്ന് ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥലത്ത് ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP താമര വിരിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് ചേച്ചി. ഇപ്പൊ എം സ്വരാജ് പറഞ്ഞല്ലോ, BJP ജയിക്കണമെങ്കിൽ BJP തന്നെ ജയിക്കണമെന്നില്ല, കോൺഗ്രസ് ജയിച്ചാൽ മതിയെന്ന്. ഈ പറയുന്ന വ്യക്തികളാണ് ഇന്ത്യ മുന്നണിയിൽ ആർക്കൊപ്പം നിൽക്കുന്നതെന്ന് നമുക്കറിയാലോ. ആരുമായിട്ട് ലയിക്കില്ല. നമ്മളെ കേരള രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, CPMഉം കോൺഗ്രസും ബദ്ധ ശത്രുക്കൾ പോലെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും കൂട്ടുകൂടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാരയും ഇല്ല. CPM പറയും BJPയും കോൺഗ്രസും തമ്മിലാണ് ബന്ധം. കോൺഗ്രസ് തിരിച്ചു പറയും ഇല്ല, BJP CPMഉം തമ്മിലാണ് ബന്ധം, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മോളുടെ കേസ് ഇതുവരെ തെളിയാത്തത്. അങ്ങനെ പരസ്പര ആരോപണം ഉന്നയിക്കാറുണ്ട്. പക്ഷെ അങ്ങ് കേന്ദ്രത്തിൽ പോകുമ്പോൾ കളി മാറും. ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ട് അതിൽ CPMഉം ഉണ്ട്, ഈ കോൺഗ്രസും ഉണ്ട്, എല്ലാ കേന്ദ്രത്തിലല്ലേ അതുല്ല, ഇവിടെ എന്തോ ആവാലോ ചേച്ചി. അപ്പൊ അതാണെങ്കിൽ നമുക്ക് സ്വരാജ് തിരിച്ചും ചോദിക്കാമല്ലോ. ഇപ്പം കോൺഗ്രസ് അധികാരത്തിൽ എത്തണമെങ്കിൽ കോൺഗ്രസ് തന്നെ ജയിക്കണമെന്നില്ല, CPMഉം കുറെ ഘടകകക്ഷികളും ജയിച്ചാൽ മതി എന്ന് നമുക്കും പറയാമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ഒരു പാർട്ടിയോടും ചേരാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും എവിടെയായിരുന്നാലും നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന, എല്ലായിടങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ഓക്കെ. അങ്ങനെയല്ല, എല്ലായിടത്തും ഘടകകക്ഷികളുണ്ട്. ഇവർ ഈ പറയുന്ന രണ്ടുപേർക്കും. പക്ഷേ ഘടകകക്ഷികളില്ലാതെ ഏകകക്ഷിയായിട്ട് ജയിച്ചു പോകുന്നത് BJP മാത്രം എന്ന് തന്നെ നമുക്ക് പറയാം. അവർക്ക് ഒരുപാട് സംഘടനകളും ഘടകകക്ഷികളും അതും ഇതൊന്നുമില്ല. BJPയും NDAയും അല്ലെ, അങ്ങനത്തെ ഒരു സഖ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ RSS എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ സംഘടന അത് അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല. അപ്പൊ അത് വേണം ചിന്തിക്കാനായിട്ട്. ഞാൻ പറയട്ടെ അതില്ലേ, ഇപ്പോഴത്തെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇലക്ഷൻ പരാജയപ്പെട്ടതിന് ശേഷം അവർ ഈ ആരുടെ തലയിലോട്ട് വയ്ക്കട്ടെ എന്നുള്ളതാണ്. അതായത് തങ്ങൾ പരാജയപ്പെട്ടത് തങ്ങളുടെ കാര്യം കൊണ്ടല്ല, മറ്റുള്ള എന്തോ പ്രശ്നം കൊണ്ടാണെന്ന്. ഇപ്പൊ പിന്നെ ഇന്നലെ നടന്ന ഒരു കമ്മിറ്റിയിലൊക്കെ മീറ്റിംഗ് ഒക്കെ നടന്നല്ലോ, പാർട്ടി സംഘടന. അപ്പോഴതിൽ കണ്ടെത്തി കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയത് സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള പ്രശ്നം
ആണ് എന്നുള്ളത് രഹസ്യമായിട്ടുള്ളൊരു പരസ്യമായ രഹസ്യം. ചില്ലറ സീറ്റ് ആയിരുന്നില്ല നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സീറ്റിൽ നിന്ന് 29 സീറ്റിലേക്ക് ചുരുങ്ങുക എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ്, വമ്പൻ അടി തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ ഇപ്പൊ CPM തന്നെ ചർച്ചകളും കമ്മിറ്റികളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് അവര് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ എല്ലാ നേതാക്കന്മാരോടും മാധ്യമ പ്രവർത്തകരോ മറ്റുള്ളവരോ ചോദിക്കുമ്പോൾ ഓരോ ക്യാപ്സ്യൂൾ ഇറക്കും. എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തും. അല്ല തോറ്റത്, അവര് രണ്ടുപേരും തമ്മിൽ നല്ല അതെ അല്ല CPM തോക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വോട്ട് മറിച്ച് BJPക്ക് കൊടുത്തു. സത്യം പറഞ്ഞ നേതാക്കന്മാരെ ഇന്നത്തെ കേരളത്തിലെ ജനങ്ങളെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും നല്ലവണ്ണം അറിയാം ആര് വന്നാലാണ് നല്ല രീതിയിലുള്ള ഭരണം നടക്കുന്നതെന്നും ആര് ഭരിക്കുമ്പോഴാണ് അഴിമതി നടക്കുന്നതെന്നും. നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ജനങ്ങളോട് ചോദിച്ചാൽ മതി. CPM-നെ കുറിച്ചുള്ള CPM ഭരണത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ മതി. 10 വർഷത്തെ ഈ നമ്മുടെ ഈ നിയമസഭ, നമ്മുടെ ഈ ഒരു സംസ്ഥാന ഭരണത്തിലും അതുപോലെ തന്നെ 10-40 വർഷത്തിലേറെ ആയിട്ടുള്ള നിങ്ങളെ തദ്ദേശ ഭരണത്തിലും ജനങ്ങളെ സത്യം പറഞ്ഞാൽ മടുത്തിരിക്കുകയാണ്. അവർക്ക് പരാതി അതെ അവർക്ക് കിട്ടിയ അവസരം അവര് ഇപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെന്നേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടന്നിട്ടൊന്നും കാര്യമില്ല. അവര് ജയിക്കാൻ കോൺഗ്രസ് നിന്നാ മതി എന്നും പറഞ്ഞു നടന്നിട്ടൊന്നും കാര്യമില്ല. ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മൾ എന്താണെന്ന്, അല്ലെങ്കിൽ കണ്ണാടിക്ക് മുന്നേ ഒന്ന് നോക്കുക നമ്മൾ ഘടകകക്ഷികളാണോ. സ്വരാജ് പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമാക്കാനും ഇല്ല, ആ ന്യൂസിന് വലിയ പ്രാധാന്യമില്ല. നമ്മളും തിരിച്ച് പറയണമല്ലോ. പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു കഴമ്പുള്ള ഒരു കാര്യമാണെങ്കിൽ ഓക്കെ, അതെ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഈ വാർത്തയ്ക്ക് വലിയൊരു ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ നമ്മൾ സംസാരിക്കാൻ തന്നെ കാരണം ജനങ്ങൾ കുറച്ചും കൂടെ നിങ്ങളെ ഈ പറയുന്ന വാക്ക് ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നതെന്ന് ആലോചിച്ച് പറഞ്ഞില്ല എങ്കിൽ വീണ്ടും പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഓരോ നേതാക്കന്മാരും ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പറയുക. പണ്ടത്തെ ജനങ്ങളല്ല, പണ്ട് കുറെ അണികളും അന്തം കമ്മികളും ഒക്കെ ഉണ്ടായിരുന്നു. നേതാക്കന്മാർ എന്താണോ പറയുന്നത് അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങും. അതാണ് ശരി, നേതാക്കന്മാർ പറയുന്നതാണ് ശരി എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ ജനങ്ങൾ അങ്ങനെയല്ല, അണികൾ പോലും അങ്ങനെയല്ല എന്നൊരു കാര്യം CPM വ്യക്തമായിട്ട് മനസ്സിലാക്കുക. BJP കയറിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ അടുത്തത് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ വട്ടിയൂർക്കാവ് അറിയാമല്ലോ, MLA-യുടെ ഓഫീസ് ഒഴിയണം. അത് ചെറിയൊരു വിഷയമാണ്, അതിനെ ഇപ്പം ഈ ഊതിപ്പെരുക്കി അത് വലിയൊരു വിഷയത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ നമ്മുടെ VV രാജേഷ്, അതായത് ഇപ്പോഴത്തെ പുതിയ മേയർ, ഇതിനെല്ലാം തടയിടും എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്നലെ ഞായറാഴ്ച, ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BK പ്രശാന്ത്, അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിന് എത്ര മിനിമം ഒരു 15,000-18,000 രൂപ വരെ വാടക വരുന്ന ആ കെട്ടിടത്തിന് വെറും 800 സംതിങ് രൂപ ഇട്ടാണ് റെന്റ് കൊടുക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് എഴുതി വാങ്ങിക്കുന്നത് അതിലും വലിയൊരു തുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേട്ട് ചെറിയ കോള അവർ 86,000 രൂപയാണ് ഇതിലേക്ക് വാങ്ങിക്കുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് 86,000 രൂപ വാങ്ങിക്കുന്ന അടുത്ത് വാടക ഇനത്തിൽ കൊടുക്കുന്നത് 852 രൂപ, അങ്ങനെ എന്തോ സംതിങ് ആണ്. ഇതെല്ലാം ഞാനും ഈ പറയുന്നത് പോലെ അതിൻ്റെ എന്ത് പറയാനായിട്ട് എഴുത്തുകുത്തിൽ കൂടെ കണ്ടതല്ല, ജനങ്ങളും ആൾക്കാരും പറഞ്ഞാണ് ഞാനും ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇന്ന് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കും. അതായത് യഥാർത്ഥത്തിൽ എത്ര രൂപയാണ് വാടക ആ കെട്ടിടത്തിന്, അല്ലെങ്കിൽ എത്ര രൂപയാണ് കൊടുക്കുന്നത്, ഇതെല്ലാം കണ്ടെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് കോർപ്പറേഷനെ പറ്റിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ കോർപ്പറേഷൻ അതിനെതിരെ തീരുമാനങ്ങൾ എടുക്കും. കാരണം കോർപ്പറേഷന് 1 ലക്ഷം രൂപ കിട്ടേണ്ടടുത്ത്, മാസവരുമാനം കിട്ടേണ്ടടുത്ത് കിട്ടുന്നത് 10,000 രൂപ. അപ്പൊ അതിനെതിരെ അപ്പൊ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു, മനസ്സിലായി. അപ്പോൾ ഇനി അദ്ദേഹം നടപടികൾ തുടങ്ങി. അതായത് BJP ഭരണത്തിൽ വന്നു, പല കാര്യങ്ങളും കുത്തിപ്പൊക്കി അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് മുന്നിലോട്ട് കൊണ്ടുവരേണ്ടപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു ഇളക്കം തൊട്ടി തുടങ്ങി. അതിന്റെ ഒരു ഇതായിരിക്കാം എന്ന് തോന്നുന്നു ഈ ഒരു പുകിലൊക്കെ, അല്ലേ? അതെ, എന്തായാലും തൃശ്ശൂരിൽ നടന്ന സംഭവം ആയിരുന്നാലും എന്താണ് അതിന്റെ പിന്നിലെ സത്യാവസ്ഥയെന്നും അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കുമെന്നൊക്കെ വരുന്നതേ ഉള്ളൂ, വാർത്തകൾ വരുന്നതേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും BJP-യോടൊപ്പം മറ്റ് പാർട്ടികൾ ഇന്ന് ചേരുന്നുണ്ടെങ്കിൽ അവരുടെ ഭരണത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ആ പാർട്ടിക്ക് മനസ്സിലായതുകൊണ്ടെന്ന് VD സതീശൻ പറയുന്നുണ്ട് അതിനെതിരെ നടപടികൾ ഉണ്ടാവുന്നു. പക്ഷേ ഈ പറയുന്ന VD സതീശൻ തന്നെ ഇന്നലെ വേറൊരു വർത്തമാനം കൂടെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര
കേന്ദ്രത്തിൽ നിന്ന് മോദി അയക്കുന്ന എല്ലാ പേപ്പറുകളും ഒപ്പിട്ട് കൊടുക്കുന്നതാണ് പിണറായി എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാവരും കൂടെ ഇങ്ങനെ കുതിര കയറാൻ തുടങ്ങിയ എന്ത് ചെയ്യും എന്നുള്ളതാണ് അല്ലേ? BJP ഇവരെ കുറ്റം പറയുന്നു, അവരെ കുറ്റം പറയുന്നു. നമ്മളെ പതിവ് നമ്മുടെ നടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ BJP നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് ഇനിയും സീറ്റുകൾ പിടിക്കും. നേതാക്കന്മാർ അതൊന്നും മനസ്സിലാക്കിയ നല്ലതല്ലേ? അതെ, ഈ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത നിയമസഭാ സീറ്റ് പിടിക്കാനെങ്കിലും നോക്കുക. പോയെന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയായിരിക്കും അതെ. അപ്പൊ നിയമസഭയിലെങ്കിലും സീറ്റ് പിടിക്കാൻ മാക്സിമം നോക്കുക, ഭരണം നിലനിർത്താൻ നോക്കുക. അല്ലെങ്കിൽ പുതിയ കയ്യിൽ നിന്ന് പോവാതിരിക്കാനായിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന ഒരു അവസ്ഥ CPM-ന് വരാതിരിക്കട്ടെ. പിന്നെ കോൺഗ്രസിന് ഒരു മുന്നോട്ട് വരാനുള്ള ഒരു അവസരവും കൂടെയാണ്. അത് പാഴാക്കാതിരിക്കുക. ഈ പെണ്ണുങ്ങൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യങ്ങൾ എന്താ പറയട്ടെ, ഗംഭീരമായിട്ട് നടക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു ഗംഭീര ചർച്ചയുമായിട്ട് വരുന്നത് വരെ ബൈ.